ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റിനെ തിരുത്താൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ എനിക്ക് ചെറുതല്ല വലിയൊരു തെറ്റ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത് തിരുത്തിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു അങ്ങാടിയിലേക്ക് എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ അങ്ങാടി നിൽക്കുന്ന സമയത്ത് ഒരു ദിക്ർ നാം ചൊല്ലിയാൽ, ഏതായിരുന്നു ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലൽ ഹംദു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ 1,00,000 നന്മ അല്ലാഹു തആല വർദ്ധിപ്പിക്കുകയും 1,00,000 തിന്മ അല്ലാഹു തആല മായ്ച്ചു കളയുകയും 1,00,000 പദവി അല്ലാഹു തആല ഏറ്റിത്തരികയും ചെയ്യും. കൂടെ ഒരു വീടും അല്ലാഹു തആല സ്വർഗത്തിൽ തരും. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബർമാരിൽപ്പെട്ട നമ്മുടെ സുഹൃത്ത് ചോദിച്ചു, അമീർ എന്ന ആ സുഹൃത്ത് ചോദിച്ചത്, ഉസ്താദേ അവിടെ 1,00,000 എന്നാണോ, മറ്റൊരു പ്രഭാഷണത്തിൽ ഞാൻ അവിടെ 10,00,000 എന്നാണല്ലോ കേട്ടിട്ടുള്ളത്, അത് ഏതാണ് ശരിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ വീണ്ടും ആ ഹദീസിലേക്കൊന്ന് നോക്കിയത്. സുബ്ഹാനല്ലാഹ്, ആ സുഹൃത്ത് പറഞ്ഞതാണ് അതിൻ്റെ ശരി. കാരണം ഹദീസിലുള്ളത് കതബല്ലാഹു ലഹു അൽഫ ഹസനത്തൻ എന്നാണ്. അൽഫ എന്ന 1000 എന്നാണ്. 1000 + 1000 × 1000 എത്രയാണ്? അത് 1,00,000 അല്ലല്ലോ. ഞാൻ കണക്ക് കൂട്ടിയത് എനിക്ക് പറ്റിയൊരു തെറ്റാണ്. ഞാൻ ഹദീസ് അൽഫിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ പറഞ്ഞപ്പോൾ അൽഫ് എന്ന് പെട്ടെന്ന് കൂട്ടിയപ്പോൾ 1,00,000 എന്ന് ചിന്തിച്ചു പോയി. 1000 എന്ന് പറഞ്ഞാൽ 100,000 ആണല്ലോ 1,00,000. 1000 എത്രയേ? 10,00,000 അപ്പോൾ 10,00,000 ഇവിടെ നമുക്ക് കൂടുതൽ ഒരു എനർജി വരികയാണ് ചെയ്യുന്നത്. കാരണം 1,00,000 അല്ല അല്ലാഹു തആല നമുക്ക് നൽകുന്നത്. ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ 10,00,000 നന്മ അല്ലാഹു തആല ഏറ്റിത്തരും. പിന്നെയോ 10,00,000 അല്ലാഹു തആല 10,00,000 തിന്മകൾ നമ്മിൽ നിന്ന് മായ്ച്ചു കളയും. 10,00,000 പദവികൾ അല്ലാഹു തആല ഏറ്റിത്തരികയും ചെയ്യും. അതോടുകൂടെ ഒരു വീടും അല്ലാഹു തആല നമുക്ക് പണിത് തരും എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ 1,00,000 എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ്, കണക്ക് കൂട്ടിയിട്ടുണ്ടായ ഒരു പിശകാണ് എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്നാൽ അവിടെ ഉള്ളത് 10,00,000 എന്നാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഉന്മേഷം വരികയാണ്. പടച്ചോൻ ഒറ്റ ദിക്ർ ആ അങ്ങാടിയിൽ വെച്ച് ഞാൻ ചെല്ലിയാൽ എനിക്ക് 30,00,000 ഒരു വീടാണല്ലോ ലഭിക്കുകയാണ്. 30,00,000 വീടും, നേരത്തെ പറഞ്ഞ 3,00,000 വീട് എന്നായിരുന്നു. എന്നാൽ അതല്ല, 30,00,000 വീടുമാണല്ലോ പടച്ചോനെ എനിക്ക് ലഭിക്കുക എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്ക് ഉന്മേഷം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ വിട്ട സമയത്ത് ധാരാളം ആളുകൾ കമൻറ്റിലൂടെ പറഞ്ഞൊരു വിഷയം, ഉസ്താദേ നമുക്ക് വീടില്ല, പ്രയാസത്തിലാണ്, വീടുണ്ടാക്കാനുള്ള സ്ഥലവും ഇല്ല, ദുആ ചെയ്യണമെന്നാണ് ധാരാളം ആളുകൾ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, താഴോട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞൊരു വിഷയം അതാണ്. അല്ലാഹു തആല എല്ലാവർക്കും വീട് കൊടുക്കുമാറാവട്ടെ. വീട് ലഭിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ദിക്റുകളും അല്ലാതെയും ധാരാളമായ ദിക്റുകൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ പേര് അക്ഷരപ്പിശകില്ലാതെ ഒന്ന് എഴുതി കൊടുക്കുക. ത്വയ്ബ വിഷൻ എന്ന് സ്ക്രീനിൽ കാണിക്കുന്ന രൂപത്തിൽ ത്വയ്ബ വിഷൻ എന്ന് എഴുതിയിട്ട് അവിടെ വീട് എന്ന് മംഗ്ലീഷിൽ എഴുതി കൊടുത്താൽ മതി. ത്വയ്ബ വിഷൻ വീട് എന്ന് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ ധാരാളം വീഡിയോകൾ, വീടുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇഷ്ടം പോലെ വരും. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നിങ്ങൾ ചെയ്യുക. അത് കാരണം അല്ലാഹു തആല നിങ്ങൾക്കൊക്കെ നല്ല വീട് നൽകുമാറാവട്ടെ. എനിക്കും നിങ്ങൾക്കൊക്കെ നല്ല നമുക്കോട് യോജിച്ച രൂപത്തിലുള്ള നല്ല വീട് അല്ലാഹു തആല നൽകുമാറാവട്ടെ. പിന്നെ തീരെ വീടില്ലാത്തവർ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. എനിക്ക് അല്ലാഹു തആല തീരെ വീടില്ലാത്തൊരവസ്ഥ ഒന്നും നൽകിയിട്ടില്ല. അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഒരുപാട് ആളുകൾ സഹായങ്ങൾ കൊണ്ട് എനിക്ക് നല്ലൊരു, കുഴപ്പമില്ലാത്ത, എനിക്ക് അത്യാവശ്യം താമസിക്കാൻ പറ്റിയൊരു വീട് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഇതില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. അല്ലാഹു തആല എല്ലാവർക്കും വീട് നൽകുമാറാവട്ടെ. അതുപോലെ ചില ആളുകൾ കമന്റിൽ പറഞ്ഞത് കടം കൊണ്ട് പ്രയാസമുണ്ട് എന്നാണ്. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കടം വീട്ടാനുള്ള ഒരുപാട് ദിക്റുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ താഴേക്ക് നിങ്ങളുടെ വീഡിയോ ഒക്കെ താഴെ ഒന്ന് നോക്കിയാൽ അവിടെ ഡിസ്ക്രിപ്ഷനിൽ അങ്ങ് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ
ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, ഇന്നെല്ലാം ചെയ്യാൻ പറ്റുക അത്രയും നന്ന്. അല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതിലൂടെ കടങ്ങളൊക്കെ അള്ളാഹു തആല വീട്ടിൽ തരും, യാതൊരു സംശയവും ഇല്ല. എപ്പോഴും ഉറച്ച ഒരു വിശ്വാസം നമുക്ക് വേണം. ഞാനിത് ചെയ്താൽ എൻ്റെ കടം അള്ളാഹ് വീട്ടും, ഞാനിത് ചെയ്താൽ അള്ളാഹു തആല എനിക്ക് വീട് തരും, ഞാനിത് ചെയ്താൽ ജീവിതത്തിൽ അള്ളാഹ് ബർക്കത്ത് ചെയ്യും എന്നൊരു ദൃഢവിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല വീട് നൽകുമാറാവട്ടെ, നമ്മുടെ കടങ്ങൾ അള്ളാഹു തആല വീട്ടിൽ തരുമാറാവട്ടെ. ഇതുപോലെ നല്ല നല്ല ദിക്റുകൾ ചൊല്ലാനും അതിലൂടെ ധാരാളം നന്മകളും അള്ളാഹു തആല നമുക്ക് ഏറ്റി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.